ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, ഒരു 80-20 അനുപാതം ഒരു വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഒരു ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു എണ്ണം വെച്ച് നോക്കുമ്പോൾ ശരിക്കും കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മൈക്രോ മൈനോരിറ്റി ആയിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു നീക്കങ്ങളൊക്കെ? ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ വസ്തുതകളെ ഒന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 29, 30 അനുസരിച്ചിട്ടുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവും മതപരവുമായിട്ടുള്ള വിശ്വാസങ്ങളിലും ചരിത്രത്തിലും ഒക്കെ നമുക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് നമുക്ക് തുല്യ പരിഗണന, എല്ലാവർക്കും തുല്യ പരിഗണന എന്ന ആസ്പെക്ട് ഉണ്ട്. അത് ദേശീയ തലത്തിൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് തർക്കമില്ല. പക്ഷെ ന്യൂനപക്ഷം തന്നെ വീണ്ടും ശോഷിച്ച് വംശനാശം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ സമൂഹം. ഞാനത് പറയുമ്പോൾ അത് ആരുടെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിചിതം ചെയ്യണം. അവിടെയാണ് അതിന്റെ മൈക്രോ മൈനോരിറ്റി സ്റ്റാറ്റസിന് പ്രസക്തി വരുന്നത്. ഇപ്പോൾ പ്രത്യേക പരിരക്ഷ വേണ്ടി വരുന്നതും മൈക്രോ മൈനോരിറ്റി സ്റ്റാറ്റസ് നമ്മൾ ആവശ്യപ്പെടാനുള്ള ഒരു കാരണം 1960-70 കാലഘട്ടങ്ങൾ നമ്മൾ എടുത്താലും ആ കാലഘട്ടത്തിൽ ദേശീയ നയമായിട്ടുള്ള കുടുംബ നിയന്ത്രണം വന്നപ്പോൾ നമ്മളതിനെ കുടുംബാസൂത്രണം എന്നൊക്കെ വിളിച്ചു. ക്രിസ്ത്യൻ സമൂഹം വളരെ ആത്മാർത്ഥതയോടെ അതിനെ പിന്തുടർന്നു. അത് വംശനാശത്തിന്റെ വക്കിലേക്ക് നമ്മളെ എത്തിച്ചു എന്ന് പറയും. കാരണം ജനനനിരക്ക് കണ്ടമാനം കുറഞ്ഞു, ആനുപാതികമായ മരണനിരക്ക് കൂടുകയും നമുക്ക് സംഭരണങ്ങൾ വരുന്ന സംഭവം ഇല്ലാത്തതുകൊണ്ട് സംഭരണത്തിലൂടെയും അതുപോലെ തൊഴിൽ രാഹിത്യത്തിലേക്ക്, സംഭരണമില്ലായ്മ മൂലം തൊഴിലിലേക്ക് കിട്ടാൻ കഴിയുന്നില്ല, തൊഴിൽ രാഹിത്യമില്ല, ഈ വിഷയങ്ങളെല്ലാം മുന്നോട്ടുകൊണ്ട് പലപ്പോഴും യുവജനങ്ങൾ എത്തിക്കുന്നു വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന യുവതലമുറയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉയർന്ന ഒരു വയോജന അനുപാതം ഈ സമൂഹത്തിന് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ യുവജന ശോഷണം കണ്ടമായ ഗുരുതരമായ അവസ്ഥ എത്തിയിരിക്കുന്നു. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ദേശീയ നയത്തിന്റെ ഭാഗമാണ്. ആ ദേശീയ നയത്തിനോട് മുഖം തിരിച്ചു നിന്നവരൊക്കെ ഇന്ന് വാസ്തവത്തില് ജനസംഖ്യാനുപാതികത്തിൽ വർദ്ധിച്ചു. മൈനോരിറ്റി ആണെങ്കിൽ പോലും ജനസംഖ്യാനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ സംവിധാനങ്ങൾ പലപ്പോഴും അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി ബന്ധിക്കുന്നു. അത് ദേശീയ നയത്തിനോട് ചേർന്ന് നിന്നൊരു കമ്മ്യൂണിറ്റി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ പരിരക്ഷിക്കപ്പെടണമെന്നുള്ള ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന്, പാർലമെന്റ് എന്ന് പറയുന്ന ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. അതിന്റെ നിയമങ്ങളും അനുശാസനങ്ങളും പാസ്സാക്കിയതിന്റെ പേരിൽ ശുഷ്കിച്ചു പോയ ഒരു സമൂഹത്തെ പരിരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഒരു പരിധിവരെ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായ ക്രൈസ്തവ സമൂഹം അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ രാജ്യത്തിന് വലിയ സംഭാവനകൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ അടക്കം വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആശുപത്രികളായാലും അതിന്റെ എല്ലാം സാമ്പത്തിക വെല്ലുവിളികൾ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ നമ്മൾ ഈ അംഗബലം കുറഞ്ഞു പോയതിന്റെ പേരിലുള്ള ഒരു വെല്ലുവിളി നമ്മൾ ആ മേഖലകളിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മൈക്രോ മൈനോരിറ്റി എന്ന് പറയുന്ന ഒരു നയപരമായ സുരക്ഷാ വലയമാണ് നമുക്ക് വേണേൽ പറയാം. ഒരു സുരക്ഷാ വല തീർക്കലാണ് വാസ്തവത്തിൽ മൈക്രോ മൈനോരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സ്കോളർഷിപ്പുകൾ കൊടുത്തിട്ടാണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ ആണെങ്കിലും സ്പെഷ്യൽ റിസർവേഷനിലൂടെ ആണെങ്കിലും പിന്നോക്ക മേഖലയിൽ നിൽക്കുന്ന മൈക്രോ മൈനോരിറ്റിയിലെ അംഗങ്ങളെ മുന്നോക്കാവസ്ഥയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലൂടെ ആണെങ്കിലും പ്രത്യേക സ്റ്റാർട്ടപ്പുകളിലൂടെ ആണെങ്കിലും അതിന് നൽകുന്ന ഗ്രാന്റുകളിലൂടെ ആണെങ്കിലും സംരംഭകത്വങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ പരിരക്ഷിക്കേണ്ട, ജനസംഖ്യ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രത്യേകം ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വഴി പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതാണ്. ആ ഭരണഘടന നൽകുന്ന പരിരക്ഷ യാഥാർത്ഥ്യമാക്കുന്നതാണ് വാസ്തവത്തിൽ മൈക്രോ മൈനോരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹിക സുസ്ഥിരതയ്ക്കുള്ള ഒരു വാസ്തവത്തിൽ ഒരു ഉപാധിയാണിത് ഈ മൈക്രോ മൈനോരിറ്റി എന്നത്. അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ട കാര്യമില്ല. സാമ്പത്തികമായി ക്രൈസ്തവര് പിന്നോക്കമല്ല എന്നൊരു വാദമൊക്കെ പലപ്പോഴും ഉയർത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പഠനത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൽ നമുക്ക് ആ റിപ്പോർട്ട് പുറത്തുവിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരുപാട് റിസർച്ച് ഗവേഷണ പേപ്പറുകളുണ്ട്, ഡാറ്റയുണ്ട്. അതെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ കമ്മ്യൂണിറ്റിയിലെ ഏകദേശം 70% ആളുകളും ഒരു അദൃശ്യ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഒരു വലിയൊരു ശതമാനം ബിലോ പോവർട്ടി ലൈനിൽ കിടക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിറ്റി ശക്തമായിരുന്നു സാമ്പത്തികമായി. ഒരു സമൂഹത്തിന്റെ മുൻകാല ശക്തിയെ വെച്ച് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അതുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല.
അത് വെച്ചുകൊണ്ട് നമ്മൾ അളക്കരുത്. മുൻകാല ശക്തിയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മുൻകാലത്തിലെ ആ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയെ വെച്ചുകൊണ്ട് അളക്കരുത്. അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലടക്കം രാജ്യത്തിന് ഇത്തരം സംഭാവനകൾ നൽകിയ ഈ കമ്മ്യൂണിറ്റി നിലനിൽപ്പിനായുള്ള ഒരു 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 നിലനിൽപ്പിന് വേണ്ടിയുള്ള നയപരമായ ഒരു കരുതലിലൂടെ ഒരു സുസ്ഥിരത നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. അവർ സ്വയം ശക്തിപ്പെട്ട് തുടർന്നും രാജ്യത്തിന് ഈ പറയുന്ന അവരുടെ സംഭാവനകൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഈ വസ്തുതകൾ നമ്മളെ വിരൽ ചൂണ്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെ അത് പുനർവിചിന്തനം ചെയ്യണം. പുനർവിചിന്തനം ചെയ്യുകയും എക്സ്പെർട്ട് കമ്മിറ്റിയെ വെക്കുകയും ചെയ്തുകൊണ്ട് ഈ മൈക്രോ മൈനോറിറ്റിക്ക് എവിടെയെല്ലാമാണ് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ മേക്കപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ വേണം. പ്രത്യേക മൈക്രോ മൈനോറിറ്റി വിഭാഗം തന്നെ രൂപീകരിക്കണം സംസ്ഥാനത്തും കേന്ദ്രത്തിലും. പ്രത്യേക സ്കോളർഷിപ്പുകൾ, ഞാൻ പറഞ്ഞ പോലെ സ്കോളർഷിപ്പ് പൂളുകൾ തന്നെ ഇതിനു വേണ്ടി വരും. ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രത്യേകം സീറ്റ് റിസർവേഷനുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ അടക്കം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പരീക്ഷിക്കണം. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഓട്ടോണമസ് സ്റ്റാറ്റസ് ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. സ്പെഷ്യൽ സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ സംരംഭകത്വ ഗ്രാന്റുകളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തണം. അപ്പൊ ഇവര് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും പോളിസിക്ക് അനുസരിച്ചും പോയതിന്റെ പേരിലാണ് ഇത് വംശനാശം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പൊ പ്രവാസികളുണ്ട്. പ്രവാസികൾക്ക് തിരിച്ചു വരാൻ കഴിയുന്ന വിധത്തിൽ പ്രവാസം കഴിഞ്ഞ് വരുന്നവർക്ക് ഒരു റീഇന്റഗ്രേഷൻ പാക്കേജുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിചിന്തനം ചെയ്യണം. വയോജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ പെൻഷൻ സ്കീമുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രവാസികളുടെ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ തന്നെ തൊഴിൽ പദ്ധതികൾ നമുക്ക് സാധിക്കുന്നിടത്തോളം വിഭാവനം ചെയ്ത് അവരിവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആർട്ടിക്കിൾ 29, 30 അതുപോലെ 14 പറയുന്ന തുല്യ പരിഗണനയും അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിരക്ഷയും നൽകിക്കൊണ്ട് വംശനാശത്തിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. അവിടെ മൈനോറിറ്റി ആയിട്ടുള്ള സമൂഹം അവരാണ് അന്യം നിന്ന് പോകാൻ പോകുന്നത്. മൈനോറിറ്റി മെജോറിറ്റിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെയല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് മൈനോറിറ്റിയിൽ തന്നെ വീണ്ടും മൈക്രോ മൈനോറിറ്റിയായി അത് നാമാവശേഷമാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യണം. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ സഭയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഓരോ മുന്നണികളും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനം ഓരോ സമുദായത്തിൽ നമുക്ക് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഒരു മുന്നിലാണ് നമ്മൾ ഇതുപോലെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു ചുവടുറപ്പിക്കാനുള്ള BJPയുടെ നീക്കമായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയമായ മാനം കാണുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ ഇലക്ഷൻ ആണ് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും നമ്മൾ ഇതിനു മുമ്പും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലും സംസ്ഥാനത്തിന്റെ ശ്രദ്ധയിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും ഇത് പെടുത്തിയിട്ടുള്ളതാണ്. ഇത് ഇലക്ഷനോടനുബന്ധിച്ചുള്ള ഒരു ബാർഗെയിനിങ്ങിന് അപ്പുറത്തേക്ക് ഇതൊരു പ്രത്യേക അവകാശമൊന്നും അല്ലല്ലോ. ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സംരക്ഷണ വലയം തീർക്കലാണ്. ഒരു സമുദായത്തിന്റെ നിലനിൽപ്പ് അത് ഇവിടെ നിന്ന് അന്യം നിന്ന് പോകുമ്പോൾ അതിനൊരു സംരക്ഷണ വലയം തീർക്കാനായിട്ട് ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ച കോശി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശകൾ എടുത്തുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയെ ഈ തരത്തിൽ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവുണ്ടായി ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പദ്ധതികളും വിഭാവനം ചെയ്യേണ്ടതുണ്ട്. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥ ന്യൂനപക്ഷം? ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടത്? ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷത്തിന് ബാർഗെയിനിങ് പവർ ഉണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ബാർഗെയിനിങ് പവർ ഉണ്ട്, അംഗബലം കൂടുതലുണ്ട്. അതുകൊണ്ട് അവർ കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്നു. ഇപ്പൊ ഇവിടുത്തെ മൈനോറിറ്റി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൂടെ. ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവരെ അപ്പാടെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമായിട്ടുള്ള സമുദായ അംഗങ്ങൾ മാത്രം അവിടെ കയറി പറ്റുകയും അവരുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും മാത്രം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. അതാണ് നമ്മൾ സർക്കാരിനോട് പറയുന്നത്. അപ്പൊ ഇവിടെ തുല്യനീതി എന്ന് പറയുന്ന ഒരു പരിഗണന അത് ലഭ്യമാക്കണം. അതുപോലെ തന്നെ നയപരമായിട്ടുള്ള പരിഗണന നമുക്ക് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും ലഭ്യമാക്കണം. ഇപ്പം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ട് അവരോട് നമ്മളത് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ മന്ത്രി വരുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഗവൺമെന്റ് ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാനത്തിലെ പ്രതിപക്ഷത്തിനും അടക്കം ഇതിന് ബാധ്യതയുണ്ട്. അപ്പം ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പോയതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഈ രാജ്യത്ത് നിന്ന് നാമാവശേഷമാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ച് അവരുടെ ഈ പറഞ്ഞ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അടക്കം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്
അവർ പരിഗണിക്കേണ്ടതാണ്. ആ പരിഗണിക്കാനുള്ള ഒരു ആർജവും ഒരു ഇച്ഛാശക്തിയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏത് രാഷ്ട്രീയ മുന്നണിയാണെങ്കിലും, ഏത് മുന്നണികളാണെങ്കിലും, ഏത് ഗവൺമെന്റുകളാണെങ്കിലും സ്വാഭാവികമായിട്ടും അത് ഉറപ്പാക്കണം. അതാണ് ഭരണഘടനാപരമായിട്ടുള്ള ഒരു തുല്യനീതിയുടെ പരിഗണന എന്ന് പറയേണ്ടി വരും ഇതിനകം. സ്വാഭാവികമായിട്ടും അത് ക്രൈസ്തവ സമൂഹം അത് അർഹിക്കുന്നതാണ്. അത് ന്യായമായിട്ടുള്ള അവകാശങ്ങളാണ്, അത് അന്യായമായിട്ടുള്ളതല്ല. അതിനെക്കുറിച്ച് കൃത്യമായ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ച് പഠിച്ചിട്ട് ഈ ജനനനിരക്ക് ഇതുപോലെ കുറഞ്ഞു പോവുകയും മരണനിരക്ക് വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈ തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കള് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് കടക്കുകയും പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയും ഇവിടെ വയോജനങ്ങളുടെ അനുവാദം കൂടി വരികയും ഒക്കെ ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിലൂടെ ഈ സമൂഹം കടന്നു പോകുമ്പോൾ ഈ സമുദായത്തെ അതിൽ നിന്ന് വീണ്ടെടുത്ത് അവർക്ക് ഇവിടെ തൊഴിൽ ഉറപ്പ് കൊടുക്കാൻ, അവർക്ക് അവരുടെ വയോജനങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ, അവർ ഈ രാജ്യത്തിന്റെ ദേശീയ നയത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിൽ അവരിന്ന് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ നിലനിർത്താൻ ഇത്തരത്തിലുള്ള ഇപ്പൊ 2.3% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്വാതന്ത്ര്യ ഭാരതത്തിലുണ്ടായിരുന്ന 2.4% അല്ലെങ്കിൽ 5% ആണെങ്കിൽ ഇന്നും അത് 2.3 എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കുക, ആ 2.3 തന്നെ കേരളത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോഴോ കേരളത്തിൽ അത് ഇന്ന് 14% താഴ്ന്നു എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്കുകൾ. 14%, 25-28% ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി അതിൽ നിന്ന് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കൊണ്ട് തന്നെ 14% താഴ്ന്നു പോകുന്നു. ശരിയാണ്. നമ്മൾ തൊട്ടടുത്തായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയുണ്ട്. അതായത് പത്തനംതിട്ട ജില്ലയുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ കോളേജുകളെല്ലാം അടച്ചുപൂട്ടുന്നു, അതുപോലെ അവിടുത്തെ വീടുകളെല്ലാം അനാഥമായിട്ട് കിടക്കുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു സമൂഹത്തിലെ എല്ലാ സമൂഹത്തെയും പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശങ്ങൾ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുമ്പോൾ അംഗബലം കുറഞ്ഞവന് ആനുപാതികമായിട്ട് നീതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അംഗബലം കുറഞ്ഞവരെയാണ് കൂടുതൽ പരിരക്ഷ കൊടുക്കേണ്ടത്, അവർക്കാണ് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. അതാണ് തുല്യനീതി എന്ന് പറയുന്നത്. അപ്പൊ വംശനാശം സംഭവിക്കുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുമ്പോഴാണ് അത് തുല്യനീതിയാകുന്നത്. അല്ലെങ്കിൽ അവർ വംശനാശം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു സമുദായമാണെങ്കിൽ അത് കോട്ടെ വിചാരിക്കുന്ന നല്ല തുല്യനീതി. അവർ എണ്ണം കുറവാണല്ലോ, അതായിരിക്കും തുല്യനീതി. മറിച്ച് കുറവുള്ളവരെ, കുറഞ്ഞു പോകുന്നവർ, അതും ദേശീയ നയത്തിന്റെ ഭാഗമായി ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഫലമായിട്ടാണ് അവർ ആ തരത്തിൽ അന്യം നിന്ന് പോകുന്നതെങ്കിൽ അതിനെ പരിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ല എന്ന് വരുമോ? അതാണ് യഥാർത്ഥത്തിലുള്ള തുല്യനീതി എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.